ഇവിടെ വെച്ചാണ് പിന്നെ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. സാധാരണ നിലയിൽ എങ്ങനെയായിരിക്കും ഈ ഭൂമി ഏറ്റെടുക്കുക? ഈ ഭൂമി ഏറ്റെടുക്കാൻ ഒറ്റ നിയമമേ ഇന്ത്യയിലുള്ളൂ. അത് LAR 2013 ലാൻഡ് അക്വസിഷൻ റീഹാബിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് 2013. അതിൻ്റെ ഭാഗമായി കേരളം പുറപ്പെടുവിച്ച 2015 ചട്ടങ്ങൾ. ഇത് പ്രകാരമേ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാനാകൂ, ഇന്ത്യയിൽ എവിടെയും ഭൂമി ഏറ്റെടുക്കാനാകൂ. വലിയ വില കൊടുക്കണം അതിനുവേണ്ടി. ആ 2013 ആക്ട് പക്ഷെ നടപ്പിലാക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ ഫോർവേഡ് നോട്ടിഫിക്കേഷൻ വേണം. ഫോർവേഡ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ സാധാരണ നിലയിൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പിന്നെ SIA സ്റ്റഡി, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി വേണം. അതൊരു എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിക്കണം. അത് ആ എക്സ്പെർട്ട് കമ്മിറ്റി അംഗീകരിക്കണം. അത് കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിങ്ങിനോടൊപ്പമാണ് ഇത് നടന്നെങ്കിലും 8(2) അനുസരിച്ചിട്ടുള്ളൊരു പബ്ലിക്കേഷൻ വേണം. 11(1) അനുസരിച്ച് സർക്കാർ ഏറ്റെടുത്തതായിട്ടുള്ള പരസ്യമായ പ്രഖ്യാപനം വേണം. അത് കഴിഞ്ഞാൽ ബേസിക് വാല്യൂ റിപ്പോർട്ട് BVR തയ്യാറാക്കണം. ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് DVS തയ്യാറാക്കണം. അത് കഴിഞ്ഞ് തയ്യാറാക്കുന്ന തുക 19(1) പ്രസിദ്ധീകരിച്ച് അവാർഡ് എൻക്വയറിയായി ഓരോരുത്തരെയും വിളിച്ച് ഏൽപ്പിക്കണം. ഇതാണ് LAR 2013 നടപടിക്രമം. അപ്പോൾ നമ്മൾ പറഞ്ഞു LAR 2013 ഭൂമി ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കണക്ക് കൂട്ടേണ്ട സെക്ഷൻ 26, 27, 28 അനുസരിച്ചു തന്നെ പണം നോക്കി നമുക്ക് ഏറ്റെടുക്കാമെങ്കിലും കാലതാമസം വരാതിരിക്കാൻ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അനുസരിച്ച് വേഗത്തിൽ ഏറ്റെടുക്കണം. എന്തുകൊണ്ട്? LAR 2013 അഡ്വാൻസ് പൊസഷൻ ഇല്ല. ഭൂമിയുടെ പണം കൊടുത്താലേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റൂ. നെഗോഷിയേഷൻ പർച്ചേസ് ഇല്ല 2013 അനുസരിച്ച്. അഡ്വാൻസ് പൊസഷൻ ഇല്ല 2013 അനുസരിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അഡ്വാൻസ് പൊസഷൻ നമുക്ക് വേണം. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകൾ ഒരു കേസിന് പോയി. അവരോട് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ്. പക്ഷെ അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പേടി ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഏറ്റെടുക്കുകയും അവരുമായി ബന്ധപ്പെട്ട ചില ക്രയവിക്രയങ്ങൾ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പണം കിട്ടാതെ ഈ ഭൂമി പോകുമോ എന്ന സ്വാഭാവികമായിട്ടുള്ളൊരു വികാരം അവർക്കുണ്ടാകും. ഒരു കോടതിയെ സമീപിച്ചു. കോടതി ഇക്കാര്യത്തിൽ രണ്ടു പക്ഷത്തിൻ്റെയും വാദം കേട്ടു. കോടതി ഞങ്ങളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വേഗതയിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ കോടതി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഏറ്റെടുത്താൽ ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കോടതിയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിലെ ഗവൺമെൻറ് AGയുടെ തന്നെ നേതൃത്വത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം, അർഹതപ്പെട്ട സംഖ്യ അർഹതപ്പെട്ട ആളുകൾക്ക് കോടതി പറയുന്ന സമയത്തിൽ ഞങ്ങൾ വിതരണം ചെയ്യും. ഇതിനേക്കാൾ വലിയ ഉറപ്പില്ലല്ലോ. LAR 2013 വ്യവസ്ഥകളനുസരിച്ച് തന്നെ നഷ്ടപരിഹാരം ഞങ്ങൾ കണക്ക് കൂട്ടും. അത് കണക്ക് കൂട്ടാൻ 2 മാസത്തെ സമയം ആവശ്യം വരും. ഞങ്ങളത് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇത് STRFൻ്റെ